നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുവത്സരത്തിൽ ഇസ്രായേൽ വീണ്ടും പേജർ മോഡൽ സ്ഫോടനത്തിന് കോപ്പുകൂട്ടുന്നു. മുൻപ് പേജറുകളും വോക്കി ടോക്കികളുമാണ് പൊട്ടിത്തെറിച്ചതെങ്കിൽ ഇത്തവണ ടെലിവിഷനുകളും മൊബൈലും കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും പൊട്ടിത്തെറിക്കാം. പുതുവത്സരത്തിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്താനാണ് ലെബനോനും ഇറാനും സിറിയയും രാജ്യത്തെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുന്നത്. പുതുവത്സര ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പടക്കങ്ങളിലും മറ്റു സാമഗ്രികളിലും വെടിമരുന്നിനൊപ്പം സ്ഫോടക വസ്തുക്കൾ ചേർന്നിട്ടുള്ളതായാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തെക്കൻ ലെബനോനിൽ ഇസ്രായേൽ നടത്തിയ പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരയിൽ 55 പേരാണ് കൊല്ലപ്പെട്ടത്. 6000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 400-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാഴ്ചപോയവരും കേൾവി നഷ്ടമായവരും അതിലേറെ പേരാണ്. പോയ വർഷത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇസ്രായേൽ നടത്തിയ പേജർ സ്ഫോടനങ്ങൾ. പേജറുകളിലും വോക്കി ടോക്കികളിലും സ്ഫോടക വസ്തു വയ്ക്കുന്നതിനുള്ള ആസൂത്രണം ഇസ്രായേൽ 10 വർഷം മുൻപേ തുടങ്ങിയിരുന്നു. തായ്വാൻ ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങുന്നതെന്ന് ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് കണ്ടെത്തിയിരുന്നു. സ്ഫോടക വസ്തു വയ്ക്കാൻ മാത്രം വലിപ്പമുള്ള പേജറുകൾ ഉണ്ടാക്കുകയായിരുന്നു അടുത്തത്. 2022-ൽ ഇത് തുടങ്ങി. പല അളവിൽ സ്ഫോടക വസ്തു വെച്ച് പലതവണ പരീക്ഷിച്ചു. ഒരാളെ മാത്രം കൊല്ലുന്ന അളവിലുള്ള സ്ഫോടക വസ്തു പേജറുകൾ ഒളിപ്പിച്ചു. പിന്നെ പല റിംഗ് ടോണുകൾ പരീക്ഷിച്ചു. കേട്ടാലുടൻ അടിയന്തരമെന്ന് തോന്നുന്ന റിംഗ് ടോൺ തിരഞ്ഞെടുത്തു. പുതിയ പേജറുകൾ വാങ്ങാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിക്കാൻ യൂട്യൂബിലൂടെ 2 ആഴ്ചയോളം പരസ്യം ചെയ്തു. പൊടിയും വെള്ളവും പിടിക്കാത്ത ബാറ്ററി ആയുസ് കൂടുതലുള്ള പേജർ എന്ന് പറഞ്ഞായിരുന്നു പരസ്യം. ഈ കെണിയിൽ ഹിസ്ബുള്ള വീണുപോവുകയും ചെയ്തു. മൊബൈൽ ഫോണുകൾക്ക് മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണം SMS പോലെ സന്ദേശം കൈമാറാൻ മാത്രമേ കഴിയൂ. കോൾ പറ്റില്ല. ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്തതിനാലാണ് ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾക്ക് പേജർ ഇപ്പോഴും പ്രിയം. ലൊക്കേഷനും നീക്കങ്ങളും മറ്റും ഇസ്രായേൽ കണ്ടുപിടിക്കുമെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കി കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പേജറുകളാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത്. പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ ഇനമായിരുന്നു. പേജർ ഉപയോഗിക്കുന്ന വ്യക്തിക്കോ അതിനടുത്തായി നിന്നിരുന്ന വ്യക്തിക്കോ മാത്രമാണ് മരണം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തത്. വിരലുകൾക്കും പേജർ സൂക്ഷിച്ചിരുന്ന ഭാഗത്തും മറ്റുമാണ് പലർക്കും പരിക്കേറ്റത്. പേജറിലെ സന്ദേശം വായിച്ചുകൊണ്ടിരുന്നവരുടെ മുഖത്തും പരിക്കേറ്റു. എന്നാൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകളുടെ ബാറ്ററി ചൂട് പിടിച്ചു പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഹാക്കിംഗ് നടത്തിയെന്നാണ് പ്രധാന ആരോപണം. ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വളരെ ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പേജറുകളെ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് വിദൂരമായി പ്രവർത്തിപ്പിച്ചതാകാനും സാധ്യതയുണ്ട്. ആസൂത്രിത സ്ഫോടനമാണ് മാസങ്ങൾ മുതൽ 2 വർഷം വരെ തയ്യാറെടുപ്പ് ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. തായ്വാനീസ് കമ്പനിയായ ഗോൾഡ് അപ്പോളയാണ് ഈ പേജറുകൾ നിർമ്മിച്ചു നൽകിയതെന്നാണ് ലെബനീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഗോൾഡ് അപ്പോളയിൽ നിന്ന് 5000 പേജറുകളാണ് ഹിസ്ബുള്ള ഓർഡർ ചെയ്തത്. ഇതിന്റെ നിർമ്മാണ വേളയിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. പേജറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു ബോർഡ് മൊസാദ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് സ്കാനറുകൾ ഉപയോഗിച്ച് പരിശോധനയിൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു സജ്ജീകരിച്ചിരുന്നെന്നുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു കോഡഡ് മെസ്സേജ് എത്തിയാൽ പൊട്ടിത്തെറിക്കുന്ന വിധത്തിലായിരുന്നു ഇതിന്റെ സജ്ജീകരണം. ഒരേ സമയം എല്ലാ പേജറുകളും പൊട്ടിത്തെറിക്കാൻ കാരണം ഇതാണെന്നും ഇവർ കരുതുന്നു. വരും ദിവസങ്ങളിൽ അതിമാരകമായ സ്ഫോടനം ഇസ്രായേൽ നടത്തുമെന്നാണ് സൂചനകൾ.